എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പഴമയുടെ രുചിയുമായിട്ടല്ല, മറിച്ച് പുതുമയുടെ രുചിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ജനറേഷന് ഏറ്റവും താല്പര്യം ഒരു നോൺ വെജ് ഐറ്റമാണ് മസാല ഷവായി. അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. റെസ്റ്റോറന്റ് സ്റ്റൈലിലെ രുചിയിൽ അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ 1.5 കിലോയുടെ ഒരു ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി അത് 4 ക്വാർട്ടർ പീസാക്കി വച്ചിട്ടുണ്ട്. ഇത് ഇനി മസാല കയറാനായിട്ട് ഒന്നുകിൽ വരണം, അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തണം. ചിക്കനൊക്കെ ഫോർക്ക് ഉപയോഗിച്ച് കുത്തി വെച്ചു. ഇനി ഇതിന് വേണ്ടിയിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 15 കാശ്മീരി മുളക് വെള്ളത്തിലിട്ട് കുതിർത്താൻ വച്ചിരുന്നു. ഒരു 20 മിനിറ്റായി. അത് ഇതിനകത്തേക്ക് ഇടാം. ഈ വെള്ളത്തോട് കൂടിയ തന്നെ ഇടാം, കാരണം ഇത്തിരി വെള്ളം ഒഴിക്കാതെ അത് അരയില്ല, നന്നായിട്ട് അരയണം. പിന്നെ ഞാൻ ഒരു 10 വെളുത്തുള്ളി അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, ഇതെല്ലാം ഇതിനകത്തേക്ക് ഇടാം. ഒന്ന് അരഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് 2 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാം. അധികം വെള്ളം വേണ്ട. അപ്പോൾ ഈ വിനാഗിരിയുടെ വെള്ളം കൂടെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അരഞ്ഞെടുത്തു. അരച്ച് വെച്ചിരുന്ന മസാലയ്ക്കകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിന് ഉപ്പ്. ഇതിനകത്തേക്ക് ഞാൻ ഒരു സീക്രട്ട് മസാലയും കൂടെ ചേർക്കുന്നുണ്ട്, മാഗിയുടെ മാജിക് മസാല. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കാം ഇത്. ഈ മസാല അരയ്ക്കണ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഉള്ളിയൊന്നും വരട്ടുകയോ ഒന്നും വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ചിക്കനിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം. ഒരു 4 മണിക്കൂർ, അല്ലെങ്കിൽ 4 മണിക്കൂർ തൊട്ട് ഒരു 6 മണിക്കൂർ വരെ. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല, ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. അതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റും ഉണ്ട്. മറ്റു ചിക്കൻ കറിയുടെ പോട്ട് ഉള്ളിയൊന്നും വരട്ടുമൊന്നും വേണ്ട. ഇനി ഇത് മസാല ഇതിലേക്ക് പിടിപ്പിക്കാം. മസാല എല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ അടച്ച്, നമുക്ക് അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ നല്ല ചേർത്തടയ്ക്കാവുന്ന അടപ്പുണ്ടെങ്കിൽ അടപ്പിട്ടിട്ട് ഇങ്ങനെ അടച്ച് ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ചിക്കൻ 6 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വച്ചിരുന്നത്. ഇനി ഇത് നമുക്ക് കുക്കറിനകത്തിട്ട് വേവിച്ചെടുക്കണം. ഇതാ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിനകത്തേക്ക് ഇടാം. ഇനി വെള്ളമൊന്നും ചേർക്കണ്ട. ഇത് ചൂടാകുമ്പോഴത്തേക്കും ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിക്കോളും. ഇനി ഇത് ഗ്യാസേൽ അടുപ്പത്ത് വയ്ക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിഷിലാവുമ്പോൾ സിമ്മിലാക്കി വെച്ച് ഒരു വിഷിലും കൂടെ എടുത്താൽ മതി. ഇതാണ്, ഇങ്ങനെ അടിക്കണം. ഇനി നമുക്കിത് ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യണം. നമ്മുടെ ചിക്കൻ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ഉണ്ട്. ഇനി നമ്മൾ ചിക്കൻ ഇത് ഒരു തവയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്യും. ഗ്രേവി അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഗ്രേവി ആവശ്യമില്ലെങ്കിൽ നന്നായിട്ട് പറ്റിച്ചെടുക്കും. ഒരു വശം ഇങ്ങനെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറിച്ചിടുന്നു. ഇതെൻ്റെ ചേട്ടൻ്റെ റെസിപ്പിയാണ്. ചേട്ടനാണ് ഇതിനെല്ലാം മുന്നിൽ. ഇനി കുക്കറിനകത്തിരിക്കുന്ന ഗ്രേവി നമുക്ക് ഇതിനകത്തിട്ട് വെള്ളം പറ്റിച്ചെടുക്കണം.
ഇനി ഈ ഗ്രേവി തിക്കാക്കി എടുക്കണം. തിക്കാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കൻ എടുത്ത് നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. ഗ്രേവിയൊക്കെ നല്ല തിക്കായി. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഈ ഗ്രേവി നമ്മൾ ഒഴിക്കും. മസാല ഷവായി ചിക്കൻ റെഡിയായി. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് ഉണ്ടാക്കി നന്നായിട്ട് പെർഫെക്റ്റ് ആവുകയും ചെയ്തു. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയി വെളിയിൽ നിന്ന് കഴിക്കാതെ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.